السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد. ചില നിസ്കാരങ്ങളിൽ ചില പ്രത്യേക സൂറത്തുകൾ ഓതണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം നിസ്കാരത്തെ സംബന്ധിച്ചും സൂറത്തുകളെ സംബന്ധിച്ചുമാണ് ഇന്ന് നാം പഠിക്കുന്നത്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരവും അതുപോലെ വെള്ളിയാഴ്ച ഇശാ നിസ്കാരവും, ഈ രണ്ട് നിസ്കാരങ്ങളിലും ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത് ജുമുഅ സൂറത്താണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നാരംഭിക്കുന്ന ജുമുഅ സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് എന്ന് പറയുന്ന മുനാഫിഖൂന സൂറത്തുമാണ് വെള്ളിയാഴ്ച ജുമുഅയിലും വെള്ളിയാഴ്ച ഇശാ നിസ്കാരത്തിലും ഓതേണ്ടത്. ജുമുഅ പുരുഷന്മാർക്ക് മാത്രം, അത് 2 റക്അത്ത് മാത്രമേ ഉള്ളുതാൻ. ഇശാ നിസ്കാരം 4 റക്അത്താണ് നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ ജുമുഅയും രണ്ടാമത്തെ റക്അത്തിൽ മുനാഫിഖൂനയും ഓതണം. ഇനി അതല്ല എങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ എന്ന് പറയുന്ന സൂറത്ത് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് പറയുന്ന സൂറത്തുമാണ് ഓതേണ്ടത്. ഇതേപോലെ ജുമുഅയിലും വെള്ളിയാഴ്ച ഇശായിലും. ഇവിടെ വെള്ളിയാഴ്ച ഇശാ എന്ന് പറയുന്നത് ചില ആളുകൾക്കൊരു അവ്യക്തത ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് വ്യക്തമാക്കുകയാണ്. വെള്ളിയാഴ്ച ഇശാ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച പകൽ അസ്തമിച്ചുണ്ടാകുന്ന രാത്രി, അപ്പോൾ നിർവഹിക്കുന്ന ഇശാ ആണ് വെള്ളിയാഴ്ച ഇശാ എന്ന് പറയുന്നത്. ഒരു ദിവസം രാത്രിയും പകലും കൂടി ചേർന്നതാണല്ലോ, രാവും പകലും, രാത്രിയും പകലും ചേരുമ്പോഴാണല്ലോ ദിവസമുണ്ടാകുന്നത്. ഒരു ദിവസത്തിൻ്റെ തുടക്കമാവട്ടെ അത് രാത്രിയാണ് താനും. അപ്പോൾ വ്യാഴാഴ്ച പകൽ അസ്തമിച്ചാൽ ഉണ്ടാകുന്ന ആ രാത്രി വെള്ളിയാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ചയുടെ പകൽ അസ്തമിക്കുമ്പോഴാണ് വെള്ളിയാഴ്ച രാത്രി ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ ആദ്യം ഉണ്ടാവുക രാത്രിയാണ്, രണ്ടാമതുണ്ടാകുന്നത് പകലാണ്. അപ്പോൾ വ്യാഴാഴ്ച പകൽ അസ്തമിക്കലോടുകൂടി വ്യാഴാഴ്ച എന്ന ദിവസം അവസാനിച്ചു. പിന്നെ ഉണ്ടാകുന്ന രാത്രി വെള്ളിയാഴ്ച രാത്രി. ആ രാത്രി സൂര്യൻ ഉദിച്ച് നേരം വെളുക്കുമ്പോഴുണ്ടാകുന്ന പകലാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന പകൽ. ചില ആളുകൾക്കൊരു മനസ്സിലാകായി ഉണ്ടാവാറുണ്ട്. രാത്രിയാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് ഒന്നുകൂടി വ്യക്തത വരാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം പറയാം. ശഅബാൻ 29 മാസപ്പിറവി ആവാൻ സാധ്യതയുണ്ട്. ദൃശ്യമായാൽ വിവരം അറിയിക്കണമെന്ന റിപ്പോർട്ടൊക്കെ പത്രത്തിലുണ്ട്. അപ്പോൾ ആളുകളിങ്ങനെ ആ ചന്ദ്രപ്പിറവിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 29ാമത്തെ പകൽ അസ്തമിച്ചു.
ആ രാത്രി മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിച്ചു. ഉടൻ എന്ത് ചെയ്യും? അന്നത്തെ രാത്രി തറാവീഹ് നിസ്കരിക്കും. കാരണം റമദാൻ ഒന്നായി. തറാവീഹ് നിസ്കാരം റമദാനുള്ളതാണല്ലോ. അപ്പം നേരെ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുക. റമദാനിലെ ഒന്നാമത്തെ രാത്രി അവിടെ കുറിച്ചു. ഒന്നാമത്തെ ദിവസമായി രാത്രി. ആ തറാവീഹ് നിസ്കരിച്ച പകലാണ് നോമ്പ് നിൽക്കുന്നത്. അപ്പം ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാ? രാത്രിയാണ് എന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി റമദാൻ 29 അന്ന് അല്ലെങ്കിൽ റമദാൻ 30 അന്ന് നോമ്പ് തുറന്നു. സന്ധ്യയായി, മഗ്രിബ് ബാങ്ക് വിളിച്ചു. ആ രാത്രി എന്തില്ല? തറാവീഹ് നിസ്കാരമില്ല. എന്താ കാരണം? ആ റമദാൻ 30 അസ്തമയത്തോടുകൂടി 30 പകൽ അവസാനിക്കലോടുകൂടി റമദാൻ അവസാനിച്ചു. പുതിയ ദിവസം ശവ്വാൽ 1 രാത്രി. റമദാൻ 29 ഇതേപോലെ തന്നെ മാസപ്പിറവി ദൃശ്യമായാൽ അന്ന് രാത്രിയും തറാവീഹ് നിസ്കാരമില്ല. തക്ബീറാണ് ചൊല്ലുന്നത്. കാരണം റമദാൻ മാസം കഴിഞ്ഞു, ശവ്വാൽ മാസം പ്രഖ്യാപിച്ചു. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകലല്ല തുടങ്ങുന്നത്, രാത്രിയാണ് എന്ന് ബോധ്യമായല്ലോ. അപ്പോൾ ഇശായിൻ്റെ വെള്ളിയാഴ്ച ഇശായിൽ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ളാകുന്ന ആ രാത്രിയിലെ ഇശാ നിസ്കാരത്തിലാണ് എന്നർത്ഥം. അപ്പോൾ വെള്ളിയാഴ്ച ജുമയിലും ഇശായിലും ഓതേണ്ട 4 സൂറത്തുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് ജുമുഅ, മുനാഫിഖൂൻ. അത് രണ്ടും ജോഡികളാണ്. ഒന്നാമത്തെ റക്അത്തിൽ ജുമുഅ, രണ്ടാമത്തെ റക്അത്തിൽ മുനാഫിഖൂൻ. അതല്ലാത്ത പക്ഷം ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ, രണ്ടാമത്തെ റക്അത്തിൽ ഹല്ലത്താക്ക. ഇതാണ് അതിൻ്റെ രീതി. ഇതൊക്കെ മദ്രസയിൽ വെച്ചു മനഃപ്പാഠമാക്കി ബാലപാഠത്തിൽ പഠിച്ചിട്ടുണ്ടാകും. അല്ലാത്തവർ മനഃപ്പാഠമാക്കി ജീവിതത്തിൽ ഇതൊക്കെ പ്രയോഗതലത്തിൽ കൊണ്ടുവന്നാൽ വലിയ പുണ്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. എന്നും ഒരു കുൽ ഹുവല്ലാഹു അഹദ്, ഒരു കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഒരു തബ്ബത്ത് ഇന്നായത്തൊയിനാക്ക, അങ്ങനെ തന്നെ നിസ്കാരം തീർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരമാവധി സൂറത്തുകൾ മനഃപ്പാഠമാക്കി ഓരോ ആയത്തോ 2 ആയത്തോ 3 ആയത്തോ ദിവസം പഠിച്ച് ആ പഠിച്ച ഭാഗത്തെ പര്യ നിസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പരിശീലിച്ചെടുത്താൽ എന്തൊരു സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് ഏത് നിസ്കാരമാണെങ്കിലും എന്ന് നിസ്കരിക്കുകയാണെങ്കിലും ഒരു തബ്ബത്ത് യദാ അബീ ലഹബ് അല്ലെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ശീലത്തിൽ നിന്ന് മാറി സൂറത്തുകൾ ധാരാളം മനഃപ്പാഠമാക്കി അതൊക്കെ നിസ്കാരത്തിൽ ഓരോന്നൊരവസ്ഥയിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി വെള്ളിയാഴ്ച സുബ്ഹ് നിസ്കാരം. വെള്ളിയാഴ്ച സുബ്ഹ് നിസ്കാരം അറിയാലോ. ആ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി ഉറങ്ങി പിറ്റേ നേരം പുലർന്നപ്പോഴുണ്ടാകുന്ന ആ സുബ്ഹ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം തൻസീൽ എന്ന കിതാബ് എന്ന സൂറത്ത് ഓതണം. അതിന് സൂറത്തു സജ്ദ എന്ന പേരുണ്ട്. കാരണം അതിൽ ഇടയ്ക്ക് തിലാവത്തിൻ്റെ സുജൂദും ഓത്തിൻ്റെ സുജൂദ് ഉള്ള ആയത്തുള്ള ഒരു സൂറത്തായതുകൊണ്ട് അലിഫ് ലാം മീം സജ്ദ എന്ന പേരും അതിനുണ്ട്. സൂറത്തുള്ള അലിഫ് ലാം മീം എന്ന പേരുണ്ട്. അതാണ് ഒന്നാമത്തെ റക്അത്തിൽ വേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന് പറയുന്ന സൂറത്തു ദഹ്ർ എന്നോ സൂറത്തുൽ ഇൻസാൻ എന്നോ സൂറത്തു ഹൽ അത്ത എന്നോ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള സൂറത്താണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ആവശ്യപ്പെട്ടിട്ടുള്ള സൂറത്ത് രണ്ടുമാണ് സുബഹി നിസ്കാരത്തിൽ വെള്ളിയാഴ്ച. ഇനി ദൈർഘ്യമുള്ള സൂറത്തായതുകൊണ്ടോ മറ്റോ മനഃപ്പാഠമില്ലാത്തവർക്ക് സബ്ബിഹിസ്മയും ഹല്ലത്താക്കയും ആവാം എന്ന ചില അഭിപ്രായങ്ങൾ ഫുഖഹാക്കൾക്കിടയിൽ ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് മഗ്രിബ് നിസ്കാരം. മഗ്രിബ് നിസ്കാരം ഏത് മഗ്രിബ്? വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരം. വെള്ളിയാഴ്ച മഗ്രിബ് ഇനി പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ.
വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി ഉണ്ടാകുന്ന ആ മഗ്രിബ്, നേരത്തെ പറഞ്ഞ ഇശാനിസ്കാരത്തിൻ്റെ മുമ്പുള്ള മഗ്രിബ്, ആ മഗ്രിബ് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുൽ കാഫിറൂന, സൂറത്തുൽ ഇഖ്ലാസും ആണ്. സൂറത്തുൽ കാഫിറൂന, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറയുന്ന ആ സൂറത്ത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് പറയുന്ന ഈ രണ്ട് സൂറത്തുകൾ എവിടെ? വെള്ളിയാഴ്ച മഗ്രിബിൽ. ഈ രണ്ട് സൂറത്തുകളും വേറെയും തിരസ്കാരത്തിൽ ഓതൽ സുന്നത്തുണ്ട്. നമുക്കത് കൂട്ടി പറയാം. നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇടമാണ് വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ കാഫിറൂന, രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ്. ഇതേപോലെ തന്നെ ഈ രണ്ട് സൂറത്തുകളും ഓതൽ സുന്നത്തുള്ള മറ്റു നിസ്കാരങ്ങൾ ഉണ്ട്. അതേതാ? യാത്ര ചെയ്യുന്നവൻ്റെ നിസ്കാരം. ഒരാൾ യാത്രയിലാണ്, യാത്രക്കാരന് നിസ്കാരമുണ്ടല്ലോ. പക്ഷെ അവൻ്റെ ആ യാത്രയിൽ അവൻ നിസ്കരിക്കുന്ന ഫർദ് നിസ്കാരം ഏതായാലും, അത് വെള്ളിയാഴ്ച മഗ്രിബാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും, എല്ലാ നിസ്കാരത്തിലും അവൻ കാഫിറൂനയും ഇഖ്ലാസും അതാണ് സുന്നത്ത് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിലും, പിന്നെയോ യാത്രക്കാരൻ്റെ സുബഹി നിസ്കാരത്തിലും അല്ലാത്ത നിസ്കാരത്തിലും എല്ലായ്പ്പോഴും ഈ രണ്ട് ഇത് കാഫിറൂനയും ഇഖ്ലാസും എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ അത് യാത്രക്കാരൻ്റെത് മറ്റൊരു ഭാഗം. ഇനി മറ്റു ചില നിസ്കാരങ്ങളിലും കാഫിറൂനയും ഇഖ്ലാസും സുന്നത്തുണ്ട്. അതിൽപ്പെട്ടതാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. സുബഹിയുടെ റവാത്തിബ്, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അഥവാ സുബഹിൻ്റെ സുന്നത്ത് നിസ്കാരം. അത് എല്ലാ ദിവസവും, ദിവസത്തിൽ യാതൊരു മാറ്റവും, എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നമുക്ക് ഇൻഷാ അല്ലാഹ് സുന്നസ്കാരത്തെക്കുറിച്ച് വേറെ പറയാനുണ്ട്. എങ്കിലും സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് സുന്നത്തുകളെ കൂട്ടത്തിൽ. ഫർദ് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും നിർവഹിക്കപ്പെടുന്ന സുന്നത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 റക്അത്താണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. അത് ജീവിതത്തിൽ ഒഴിവാക്കരുത് എന്ന ഒരു പ്രത്യേകമായ ഉപദേശം നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹിയുടെ സുന്നത്ത് നിസ്കാരമായുള്ള 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക എന്നത് ദുനിയാവിലെ മറ്റെല്ലാ വസ്തുക്കളും സ്വന്തമാക്കുന്നതിനേക്കാളേറെ ഉത്തമമാണ് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വിടാതെ നിസ്കരിക്കണം എന്ന് സന്തോഷമായിരിക്കും. അല്പം നേരത്തെ എഴുന്നേറ്റ് സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നു, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ കാഫിറൂന, രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ്. അവിടെ ഒരു കാര്യം കൂടി കൂട്ടി പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, ഈ സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ കാഫിറൂന ഇഖ്ലാസ് സൂറത്തുകൾക്ക് പുറമെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അലം നശ്റഹ് സൂറത്ത് കൂടി ഓതിയാൽ, സൂറത്തുൻ നസ്ർ, അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് എന്ന് പറയുന്ന ആ സൂറത്തും കാഫിറൂനയും കൂടി ഒന്നാമത്തെ റക്അത്തിൽ ഓതുക. അതോടൊപ്പം മറ്റൊരു സൂറത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ കൂടി ഓതുക. അപ്പം എന്തായി? സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ കാഫിറൂനയും ഇഖ്ലാസും, അതോടൊപ്പം തന്നെ അലം നശ്റഹും അലം തറ കൈഫയും. ഇങ്ങനെ ഈ 4 സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രായോഗിക രൂപം എങ്ങനെയാ? ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, രണ്ടാമത്തെ റക്അത്തിലോ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തുൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദും. അപ്പോൾ ഒരു അലമും ഒരു ഖുൽ അഥവാ അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ അലം തറയും ഖുൽ ഹുവല്ലാഹു അഹദുഹും. ഇത് രണ്ടും കൂടി ചേർത്ത് ഓതിയാൽ വളരെയധികം പുണ്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സമയദൈർഘ്യം കൊണ്ട് വിശദീകരിക്കുന്നില്ല.
പ്രാവർത്തികമാക്കുക. റബ്ബ് ഭാഗ്യം തരുമാറാവട്ടെ. പിന്നെ എല്ലാ മഗ്രിബ് നിസ്കാരത്തിൻ്റെയും സുന്നത്ത് നിസ്കാരത്തിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു സുബൈ നിസ്കാരത്തിന് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞല്ലോ, എന്ന പോലെ മഗ്രിബ് നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം, മഗ്രിബിൻ്റെ മുമ്പും ശേഷവും ഒക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട്. ആ സുന്നത്ത് നിസ്കാരത്തിലും കാഫിറൂനയും ഇഖ്ലാസും ഓതണം. പിന്നെ തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. തവാഫ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമായി ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തവാഫ്, കഅബ ചുറ്റുക. ആ തവാഫിൻ്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. മഖാമു ഇബ്രാഹിം അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബഹുമാനമുള്ള ശരീരം അടക്കം ചെയ്ത സ്ഥലം അല്ല മഖാം ഇബ്രാഹിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഅബാലയം കണ്ടവർക്കറിയാം, കാണാത്തവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഅബാലയത്തിൻ്റെ മുറ്റത്ത് പ്രത്യേകമായി സംവിധാനിച്ചിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകമായ കൂട്ടിൽ സംവിധാനിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ. അതൊരു കല്ലാണ്. ഏതാണ് ആ കല്ല്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയാൻ വേണ്ടി, ചുമർ പടുക്കാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി, ഉയരം കിട്ടാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കല്ലുണ്ടായിരുന്നു. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഅബയുടെ ഓരോരോ കല്ലുകളും വെച്ച് ചുമരുകൾ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ തൻ്റെ ഹൈറ്റ് എത്താതിരുന്നപ്പോൾ കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ഒരു കല്ല് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു നിന്നു. അങ്ങനെ ആ ഒരു അത്ഭുതമാണ് ആ അതിനെക്കുറിച്ച് മഹത്തുക്കൾ കിതാബുകളിൽ പറയുന്നത്. ആ ചുമരിങ്ങനെ ഉയരും തോറും കല്ലിങ്ങനെ പൊങ്ങി കൊടുത്തു, യാന്ത്രികമായി അത് പൊന്തിയെന്ന. അങ്ങനെ കഅബാലയത്തിൻ്റെ ചുമരിൻ്റെ ഉയരം വളരെ എളുപ്പത്തിൽ പണി പൂർത്തിയാക്കി. അത് അവസാനിച്ചപ്പോൾ കല്ല് യഥാർത്ഥ അവസ്ഥയിലേക്ക്, സാധാ സ്വഭാവത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. ആ കല്ലിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞു, കാലിൻ്റെ അടയാളം പതിഞ്ഞിരുന്നു. ആ കല്ല് കഅബാലയത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തനായി തൻ്റെ അനുചരന്മാരോടൊപ്പം കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കല്ലിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതാൻ കയറുന്ന കല്ലാണെന്നുള്ള അറിവ് സ്വഹാബികൾ കിട്ടിയപ്പോൾ സ്വഹാബികളുടെ പ്രമുഖനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാഗ്രഹം പ്രകടിപ്പിച്ചു, മുത്തുനബിയെ ആ കല്ലിൻ്റെ പരിസരത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൂടെ? അതൊരു പ്രത്യേകമായ കല്ലല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്മാരുടെ പിതാമഹനായ, പ്രവാചകന്മാരിലെ ഏറ്റവും ഉന്നതിയിലുണ്ടായിരുന്ന ആളായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ലല്ലേ? അതിനൊരു ബർക്കത്തുള്ളതല്ലേ എന്ന അർത്ഥത്തിൽ അതിനൊന്ന് ബഹുമാനിച്ച് അതിൻ്റെ അരികത്ത് വെച്ച് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു സമ്മതം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. പക്ഷെ ഒറ്റയടിക്ക് സമ്മതം കൊടുത്തുകൂടാ. അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർദ്ദേശവും ഇല്ലാതെ ഒന്നും പറയുന്ന ആളല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹ്യ് കിട്ടിയാൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിലും വഹ്യിനെ കാത്തിരുന്നു. അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടി, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, ഫത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഈ മഖാമിൻ്റെ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങൾ നിസ്കരിച്ചോളൂ. ഈ ആയത്തിറങ്ങിയ അൽ ബഖറയിലെ അല്ലെങ്കിൽ മറ്റു സൂറത്തിലെ ഈ മഖാമു ഇബ്രാഹിം എന്ന് സൂചിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലിൻ്റെ അടയാളം പതിഞ്ഞ കല്ലാണ് എന്ന് മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാത പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ആ കല്ല് പിൽക്കാലത്ത് അഥവാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് തന്നെ മുത്തുനബിയുടെ കാലത്ത് തന്നെ അതിൻ്റെ പരിസരത്ത് വെച്ച് നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, പ്രാർത്ഥിച്ചു കൊള്ളാം കൽപ്പന വന്നു. അതേപടി നിലനിർന്നു പോന്നിരുന്നു മുത്തുനബിയുടെ കാലത്തും. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും കഅബാലയത്തിൻ്റെ ചുമരിനോട് ചേർത്തി വെച്ച കല്ലിൻ്റെ പരിസരത്ത് വെച്ച് നിസ്കാരങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നു. എപ്പോഴ്? തവാഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നപ്പോൾ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ഹജ്ജ് സീസൺ ആകുമ്പോൾ നിരവധി ആളുകൾ ഹജ്ജിന് വന്നെത്തുകയും ചെയ്തപ്പോൾ
തവാഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം 2 റക്അത്ത് ഈ കല്ലിൻ്റെ പരിസരത്ത് വെച്ച് നിസ്കരിക്കുകയും ചെയ്തപ്പോൾ തവാഫ് ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടായി. ഒരു കൂട്ടർ തവാഫ് ചെയ്ത് കഴിഞ്ഞ് നിസ്കരിക്കും, അപ്പോൾ മറ്റുള്ളവരോ തവാഫ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടാകും, അവർക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അന്നുള്ള സ്വഹാബിമാരുടെ ഒക്കെ അംഗീകാരത്തോടുകൂടി സമ്മതത്തോടുകൂടി ആ കല്ല് അല്പം പിന്നോട്ട് വലിച്ചു, കഅബാലയത്തിൻ്റെ ചുമരിൽ നിന്ന് കുറച്ച് അകലത്തോട്ട് വലിച്ചിട്ട് സ്ഥാപിച്ചു. അപ്പോൾ തവാഫ് ചെയ്യുന്നവർക്ക് കല്ലിൻ്റെ ഇപ്പുറം തവാഫ് ചെയ്യാം, നിസ്കരിക്കുന്നവർക്ക് അപ്പുറം നിസ്കരിക്കാം. ആ സംവിധാനത്തിലേക്ക് എത്തിച്ചു. പിന്നെ പിൽക്കാലത്ത് വന്ന ഭരണാധികാരികൾ അതിനെ പ്രത്യേകമായ കൂട്ടിലാക്കി, സ്റ്റാൻഡിലാക്കി, തറയിലാക്കി സൂക്ഷിച്ചു. ചുരുക്കി പറഞ്ഞ അതാണ് ഇബ്രാഹിം മക്കാം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസുമാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാലുള്ള നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ കയറിയാൽ പള്ളിക്ക് സമർപ്പിക്കുന്ന ഒരു അഭിവാദ്യമാണ്, ഒരു ഗിഫ്റ്റാണെന്ത്? 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ആ നിസ്കാരത്തിലും ഓതേണ്ടത് ഏതാണ്? കാഫിറൂനയും ഇഖ്ലാസുമാണ്. പിന്നെ ഇസ്തിഖാറത്ത് നിസ്കാരം എന്നുള്ള നിസ്കാരമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയാൽ അതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് ഖൈറാവാൻ വേണ്ടി, അല്ല വല്ല ബുദ്ധിമുട്ടുകളും ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ തട്ടിത്തിരിച്ചു പോകാൻ വേണ്ടി, അതിൻ്റെ നന്മകളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടി ആ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങും മുമ്പ് ഈ വിഷയത്തിൻ്റെ ഖൈറിൻ്റെ ഗുണത്തിൻ്റെ വഴികളെ തേടിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഇസ്തിഖാറത്തിൻ്റെ നന്മയത്തോട് നിസ്കാരം എന്ന നെയ്യത്തോടുകൂടി 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ 2 റക്അത്തിലും ഈ സൂറത്തുകളാണ് ഓതേണ്ടത്. സുന്നത്ത് നിസ്കാരങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ പറയപ്പെട്ട നിസ്കാരത്തിലൊക്കെ കാഫിറൂനയും ഇഖ്ലാസും ഓതണം. അതിൻ്റെ പുറമെ ഇഹ്റാം ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞില്ലേ, ഹജ്ജ് ഉംറയുടെ കാര്യം പറഞ്ഞല്ലോ. ഹജ്ജിലേക്കും ഉംറയിലേക്കും നിയ്യത്ത് ചെയ്തുകൊണ്ട് പ്രവേശിക്കുന്നതിനാണ് ഇഹ്റാം എന്ന് പറയാം. നമ്മൾ നിസ്കാരത്തിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് പ്രവേശിക്കുന്നത് പോലെ ഹജ്ജിലേക്കും ഉംറയിലേക്കും ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചു, ഹജ്ജിനെ കരുതി എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉംറയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന ആ സംഭവത്തിനാണ് ഇഹ്റാം എന്ന് പറയാം. അങ്ങനെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കും മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഈ ഇഹ്റാം ചെയ്യേണ്ടത്. ആ നിസ്കാരത്തിലും കാഫിറൂനയും ഇഖ്ലാസുമാണ് ഓതേണ്ടത്. അപ്പോൾ കാഫിറൂനയും ഇഖ്ലാസും ഓതേണ്ട കുറേ നിസ്കാരങ്ങൾ നമ്മൾ പ്രതിപാദിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഈ കാഫിറൂനയുടെ ഈ ഇഖ്ലാസിൻ്റെ ഇത്രത്തോളം നിസ്കാരങ്ങളിൽ ഈ കാഫിറൂനയും ഇഖ്ലാസും ഓതാൻ നിർദ്ദേശിക്കപ്പെടുമ്പോൾ ആ സൂറത്തിന് ഇതര സൂറത്തിനേക്കാളും മഹത്വമുണ്ടെന്ന കാര്യം അതുകൊണ്ട് തന്നെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ പറയുന്നു, സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും വലിയ മഹത്വമുള്ള സൂറത്തുകളാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതിയതിൻ്റെ തുല്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരിക്കൽ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അയഅ്ജിസു അഹദുക്കും മൻ യഖറഅ സുലുസൽ ഖുർആൻ, നിങ്ങൾക്കാർക്കാണ് സാധിക്കാതെ പോവുക ഖുർആനിലെ 1/3 ഭാഗം? നിങ്ങൾക്കെന്തുകൊണ്ട് രാത്രിയിൽ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതി കിടന്നുകൂടെ? നിങ്ങൾക്കാർക്കാണ് സാധിക്കാതിരിക്കുക? ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതി കിടന്നുകൂടെ രാത്രി? അപ്പം ചോദിച്ചു, അതാ എങ്ങനെ ഖുർആനിൻ്റെ 1/3 ഭാഗം രാത്രി ഓതാൻ ആർക്ക് സാധിക്കും? അതൊരു പ്രയാസമായി സ്വഹാബത്തിന് അനുഭവപ്പെട്ടപ്പോൾ മുത്തുനബി ചോദിച്ചു, അതെങ്ങനെ സാധിക്കും? ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കാനാ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതാൻ? അപ്പോഴാ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കറിയാമോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന സൂറത്ത് സുലുസുൽ ഖുർആനിൻ്റെ 1/3 ഭാഗത്തിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതിയ കൂലിയായി. അപ്പം 3 പ്രാവശ്യം ഓതിയാലോ ഖുർആൻ മുഴുവനും ഓതിയ കൂലിയായി. അത് പറയുമ്പോൾ ഒരാൾ ഖുർആൻ ഖത്മ ചെയ്യാൻ നേർച്ചയാക്കി എന്നാൽ പിന്നെ 3 ഇഖ്ലാസ് ഓതിയാൽ മതിയോ? അതല്ല, അതൊരു വക്രബുദ്ധിയാണ്. നേരെ മറിച്ച് ഈ സൂറത്തുൽ ഇഖ്ലാസ്
ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഓതി എന്ന് അതിൻ്റെ കൂലി കിട്ടി എന്ന് പറയാനുള്ള കാരണം എന്നറിയോ? ഖുർആനിൽ മൊത്തത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അതുപോലെ തന്നെ കുറേ കൽപ്പനകളും വിരോധനകളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ 1/3 പറയുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ പേരുകളും ഇങ്ങനെ സംബന്ധമായുള്ള കാര്യങ്ങളാണ് ഖുർആനിൻ്റെ ആകെ 1/3. അതിൽ ഒന്നാമത്തെ കാര്യം ഏതാണ്? ഈ വിശ്വാസ കാര്യങ്ങളാണ്. അഥവാ അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ പേരുകളും സംബന്ധിച്ചു പറയുന്നതാണ് ഖുർആനിൻ്റെ ആകത്തുക പരിശോധിച്ചാൽ 1/3. എങ്കിൽ ആ പറയപ്പെടുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ പേരുകളും എല്ലാം അടങ്ങിയതിൻ്റെ അത് മാത്രമാണ് സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. ആ സൂറത്തുൽ ഇഖ്ലാസിലുള്ളതിൻ്റെ ബാക്കി വിശദീകരണങ്ങളാണ് ഖുർആനിലെ മറ്റെവിടെ നോക്കിയാലുള്ളത്. അതുകൊണ്ട് എന്തായി? 1/3 അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും അടങ്ങിയ ഒരു സൂറത്തായതുകൊണ്ട് അത് തത്വത്തിൽ എന്തായി? ഖുർആനിലെ ഒരു ഭാഗം ഓതിയ കൂലി പോലെയായി. അങ്ങനെ ഒരു ഭാഗം. പിന്നെയോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ഒരു മനുഷ്യനിങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നുണ്ട്. ഒരാളിങ്ങനെ അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇത് വേറൊരാൾ കേട്ടു. ഒരാൾ ഓതുന്നത് മറ്റൊരാൾ കേട്ടു. ആ കേട്ട ആൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാ ഒരാളത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇഖ്ലാസ് സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആള് മറ്റേ ആൾ ആ പ്രവർത്തനത്തിനെ ചെറുതായിട്ട് കണ്ട് കൊച്ചാക്കി കണ്ടതാ. അയാളിങ്ങനെ ഇഖ്ലാസ് ഓതി കുത്തിരിക്കുന്നതാ എന്ന് പറഞ്ഞു. ഒരു അത്ര തന്നെ മൈൻഡ് ചെയ്യാത്തൊരു വർത്താനം പറഞ്ഞു. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസുൽ ഖുർആൻ. ആ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 തുല്യമാണെന്ന് അവിടെ വെച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ ഉറങ്ങാൻ നേരത്ത് വിരിപ്പൊക്കെ റെഡിയാക്കി വലഭാഗത്ത് ചെരിഞ്ഞു കിടന്ന് 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ആ ഓതിയവനോട് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ പറയും, നീ നിന്റെ വലഭാഗത്തുകൂടെ സ്വർഗത്തിൽ കടന്നുകൊള്ളുക. എന്ത്? രാത്രി വിരിപ്പൊക്കെ തട്ടിക്കൊട്ട് റെഡിയാക്കി കിടക്കാൻ ഉറപ്പിച്ച് വലഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് 100 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അങ്ങനെ ഓരുന്നവനോട് നാളെ പരലോകത്ത് വെച്ച് പറയപ്പെടും, നിന്റെ വലഭാഗത്തുകൂടെ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. അത്രയും മഹത്വമുള്ളതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് പിന്നെ പറയാം. അതുപോലെ സൂറത്തുൽ കാഫിറൂനയോ, അതും വലിയ മഹത്വമാണ്. സൂറത്തുൽ കാഫിറൂന ഖുർആനിലെ 1/4 ഓതിയതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. മറ്റുള്ളവയെ നിരാകരിക്കുന്ന അതിനെ നിരാകരിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന സന്ദേശമാണ് ഈ സൂറത്തുൽ കാഫിറൂനയും ഉള്ളത്. രണ്ടും മഹത്വമുള്ളതാണ്. ഈ സൂറത്തുകളൊക്കെ മേൽ പറയപ്പെട്ട നിസ്കാരത്തിൽ ഓതുന്നവരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.